ഭൂമിയിലെങ്ങും 3 മണിക്കൂർ നേരത്തേക്ക് നട്ടുച്ചയ്ക്ക് അന്ധകാരം പടർന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട വെളിപാട് പാപം അങ്ങേയറ്റം ഗൗരവമാണ്. ഭൂമിയെ മുഴുവൻ ഇരുട്ടിലാക്കാൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്യം പറയട്ടെ. നിന്റെ ജീവിതത്തിലെ ഇരുട്ടിന്റെ കാലം ഒരല്പം നീണ്ടുപോകുന്നുണ്ടായിരിക്കും. പക്ഷെ തിരിച്ചറിയണം, അത് എന്നേക്കുമുള്ളതല്ല. ഇരുട്ട് അവസാനിക്കും. ഇരുട്ടനുഭവങ്ങളുണ്ട്. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, തെറ്റിദ്ധാരണ, ഒറ്റപ്പെടൽ, കലഹം, ഭിന്നിപ്പ്, നിരാശ, തോൽവി, ഇതൊക്കെ ഇരുട്ടനുഭവങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം ഇരുട്ടനുഭവങ്ങളിൽ ഓർക്കണം, ദൈവം ഉപേക്ഷിച്ചു പോയിട്ടില്ല. ശ്രദ്ധിച്ചേ, ഒരു പിണക്കം അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ആ ഇരുട്ടിൻ്റെ നേരത്ത് പെർമനൻ്റ് ഡിസിഷൻസ് എടുക്കരുത്. എടുത്താൽ ഇരുട്ട് മാറിക്കഴിയുമ്പോൾ ആ തീരുമാനത്തിൻ്റെ മുറിവ് നമ്മളെ വീണ്ടും സങ്കടപ്പെടുത്തും. പെട്ടെന്നൊരു ദേഷ്യം വരുന്നു. ദേഷ്യമൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ദേഷ്യം വരുമ്പോൾ തീരുമാനം എടുത്തേക്കരുത്. കാരണം ഈ ദേഷ്യം ഉണ്ടല്ലോ, ഒരു നിശ്ചിത നേരത്തേക്കുള്ള ഇരുട്ട് കയറിയതാ. പെട്ടെന്ന് ആ ഇരുട്ടിന് എന്നേക്കും ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തേക്കരുത്. പിന്നീട് നമ്മൾ തന്നെ നീറും, ദൈവമേ ഏത് നേരത്താണോ അത് പറഞ്ഞു പോയത്. ഡോണ്ട് ടേക്ക് പെർമനന്റ് ഡിസിഷൻസ് ഇൻ ടെമ്പററി ഡാർക്ക്നെസ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. കർത്താവിൻ്റെ പീഡാസഹന കുരിശുമരണ തിരുവുത്ഥാനത്തെ ധ്യാനിച്ച് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിൻ്റെ 36ാമത്തെ ദിവസം. നമുക്കിനി 2 ആഴ്ചയും കൂടിയുള്ളൂ കർത്താവിൻ്റെ തിരുവുത്ഥാനം ദർശിക്കാൻ. പീഠാനുഭവ വാരത്തിലേക്ക് കേവലം 1 ആഴ്ച കൂടി. ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പീഠാനുഭവ രംഗങ്ങളുടെ ദൈവശാസ്ത്ര മാനം, ഈശോയുടെ പീഠാനുഭവത്തോട് മനുഷ്യർ പ്രതികരിച്ച രീതി, അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ധ്യാനം, ഇതൊക്കെ നമ്മൾ നടത്തുകയായിരുന്നു. ഇന്ന് നമ്മൾ പ്രകൃതിയെ തന്നെ ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ നേരത്ത്, അവൻ കടന്നുപോയ കഷ്ടാനുഭവങ്ങളുടെ നേരത്ത്, അവൻ്റെ മരണത്തിൻ്റെ വക്കിൽ സൃഷ്ടപ്രപഞ്ചം വിലപിച്ച ഒരു നേരമുണ്ട്. അതാണ് ഇന്നത്തെ ധ്യാന വിഷയം. നമ്മൾ വായിക്കുന്നു, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. അത് കേവലം ഒരു വെതർ റിപ്പോർട്ടൊന്നുമല്ല കേട്ടോ. അത് കാലാവസ്ഥ റിപ്പോർട്ട് നൽകിയതല്ല ഭൂമിയിലെല്ലാം അന്ധകാരം വ്യാപിച്ചുവെന്ന്. അതിനൊരു ദൈവശാസ്ത്ര മാനമുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ ഭാഷയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ നാഥൻ കുറ്റാരോപിതനായി പീഡ അനുഭവിച്ച് മരണത്തിലേക്ക് അടുക്കുമ്പോൾ സൃഷ്ടപ്രപഞ്ചം വിലപിക്കുന്ന ഭാഷയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ലോകത്തിൻ്റെ പ്രകാശമായി വന്നവനെ കെടുത്തിക്കളയാൻ മനുഷ്യർ തീരുമാനിക്കുമ്പോൾ പ്രകാശം തരുന്ന സൂര്യൻ തന്നെ കെട്ടുപോവുകയാണ്. അതാണ് ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചത്. മിശിഹ മരണത്തോടടുക്കുമ്പോൾ പ്രകൃതി വിലാപഗാനം ആലപിക്കുകയാണ്. പ്രകൃതി നെടുവീർപ്പിടുകയും വിലപിക്കുകയും ചെയ്യുന്നതാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്. അതായത് ക്രോസ് ഇസ് നോട്ട് എ പ്രൈവറ്റ് ട്രാജഡി. കുരിശ് ഒരു സ്വകാര്യ ദുരന്തമല്ല. വളരെ കേവലം വ്യക്തിപരമായ സ്വകാര്യമായൊരു ദുരന്തമായിട്ടല്ല കുരിശു മരണത്തെ മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് എ കോസ്മിക് ഇവൻറ്റ്. ഇത് പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ് കർത്താവ് തമ്പുരാൻ്റെ കുരിശു മരണം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-ാം വാക്യം. ബൈബിൾ എടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? ഇത് കഴിയുമ്പോൾ നമ്മുടെ ബൈബിൾ കുറേ ഇങ്ങനെ വരച്ചും കുറിച്ചും കിടക്കണം. മത്തായി 27:45. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഇത് നമുക്ക് മർക്കോസ് 15:33, ലൂക്ക 23:44-45 അവിടെയൊക്കെ ഇത് കാണാൻ പറ്റും. സമയം സൂചിപ്പിച്ചിരിക്കുന്നത് 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ എന്നാണ്. യഹൂദ രീതി അനുസരിച്ച്, യഹൂദ സമയക്രമം അനുസരിച്ച് 6-ാം മണിക്കൂർ എന്നത് ഉച്ചയ്ക്ക് 12 മണിയാണ്. 9-ാം മണിക്കൂർ ഉച്ച കഴിഞ്ഞ് 3 മണി. അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത? സൂര്യൻ ഏറ്റവും പ്രഭയോടെ നമുക്ക് അനുഭവപ്പെടുന്ന നേരം, നമ്മൾ പറയുന്ന ഉച്ച നേരം,
ദ ബ്രൈറ്റസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. ആ സമയത്ത് ഇരുട്ട് വ്യാപിച്ചു. അതിൻ്റെ അർത്ഥം സംതിങ് അൺനാച്ചുറൽ ഈസ് ഹാപ്പനിങ്. അസ്വാഭാവികമായ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ ബൈബിളിൽ ആകമാനം ഈ ഡാർക്ക്നെസ് എന്നത്, അന്ധകാരം എന്നത് ഒരു പവർഫുൾ ബിബ്ലിക്കൽ സിംബലാണ്. വളരെ ശക്തമായ ഒരു ബൈബിൾ സൂചനയാണ്, ബൈബിൾ പ്രതീകമാണ് അന്ധകാരം. അത് ചില സ്ഥലങ്ങളിൽ ജഡ്ജ്മെൻറ്റിനെ, വിധിയെ സൂചിപ്പിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് അന്ധകാരം ഡെലിവറൻസിനെ, വിടുതലിനെ, വിമോചനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അന്ധകാരം മിസ്റ്ററിയെ, രഹസ്യാത്മകതയെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് 2-3 ഭാഗങ്ങൾ പഴയ നിയമത്തിലെ ഈ അന്ധകാരത്തിൻ്റെ ഡൈമെൻഷൻസ് മനസ്സിലാക്കാം. ഒന്ന്, പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ അത് കണ്ട് വായിച്ച് മനസ്സിലാക്കിയ കുറേ കൂടെ അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അവിടെ 10 മഹാമാരികൾ ഈജിപ്തിനെതിരെ യഹോവ ദൈവം അയക്കുന്നുണ്ട്. അതിൽ 9-ാമത്തെ മഹാമാരിയാണ് ഈ ഇരുട്ട്. ശ്രദ്ധിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21, 22, 23. കർത്താവ് മോശയോട് പറഞ്ഞിട്ട് കൈ ആകാശത്തേക്ക് നീട്ടുക, ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ, തൊട്ടറിയാവുന്ന ഇരുട്ട്. മോശ ആകാശത്തിലേക്ക് കൈനീട്ടി, ഈജിപ്ത് മുഴുവൻ 3 ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു. എത്രാമത്തെ മഹാമാരിയാണ്? 9-ാമത്തെ മഹാമാരി. 10-ാമത്തത് സംഹാരദൂതൻ കടന്നുപോകൽ നടക്കും, പെസഹ നടക്കും. അടുത്തത് പെസഹയാണ്, കടന്നുപോകലാണ്. അപ്പോൾ പെസഹായ്ക്ക് തൊട്ട് മുമ്പ് എന്തായിരുന്നു? ഇരുട്ട്. ശ്രദ്ധിക്കണത്, പെസഹായ്ക്ക് തൊട്ട് മുമ്പ് ഇരുട്ട്. യഥാർത്ഥ പെസഹ, ദ ട്രൂ പാസ് ഓവർ ഈസ് അബൌട്ട് ടു ഹാപ്പൻ. അതെന്താണ്? ഈശോയുടെ മരണം. കർത്താവിൻ്റെ കുരിശു മരണത്തിലൂടെ യഥാർത്ഥ പെസഹ നടക്കാൻ പോവുകയാണ്. ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ് വിടുതൽ കിട്ടിയതെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലം വിമോചനം അനുഭവിക്കാൻ പോകുന്ന യഥാർത്ഥ പെസഹ കർത്താവിൻ്റെ മരണമാണ്. ആ മരണത്തിന് തൊട്ടു മുമ്പ് അന്നെന്ന പോലെ ഇരുട്ട് വ്യാപിക്കുന്നു. അന്നെന്ന പോലെ ഇരുട്ട് എല്ലായിടത്തും വ്യാപിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥ പെസഹായാണ് എന്ന സൂചന, കടന്നു പോകലാണ് എന്നത്. അന്ന് ഈജിപ്തിൻ്റെ ഒപ്രഷൻ്റെ മേലാണ് കർത്താവിൻ്റെ വിധിയുടെ ഇരുട്ട് പടർന്നതെങ്കിൽ ഇവിടെ കാൽവരിയിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് മേലാണ് ഇരുട്ടിൻ്റെ വിധി. അപ്പോൾ ഇരുട്ട് ജഡ്ജ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത് പറഞ്ഞത് ഇവിടെ അന്വർത്ഥമാവുകയാണ്. അടുത്തത് ആമോസിൻ്റെ പുസ്തകം എടുക്കാം. ആമോസ് പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം. ഈശോയിൽ അന്വർത്ഥമാകുന്ന ഒരു പ്രവചനത്തെ നമുക്കവിടെ കാണാൻ പറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. കൃത്യം അത് നടന്നില്ലേ? മധ്യാഹ്നത്തിൽ സൂര്യൻ ഇരുണ്ടുപോയി, നട്ടുച്ചയ്ക്ക് അന്ധകാരത്തിൽ ഭൂമിയെ ആഴ്ത്തി. കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്കുള്ള പ്രവചനം അവിടെ നടക്കുന്നു. ഇനി 3-ാമത്തത്, അത് വീണ്ടും എക്സഡസ്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ മോശയെ പൊതിയുന്ന കർത്താവിൻ്റെ ഒരു മറയുണ്ട്. മോശയെ പൊതിയുന്ന ഒരു മറ, മേഘം വന്ന്, കനത്ത മേഘം വന്ന് മറച്ചു, ഒരു ഇരുട്ട് പടർന്നു. അതായത് ഇവിടെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ നേരത്ത് ഒരു ഇരുട്ട് പടർന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, അതിന് മറ്റൊരു അർത്ഥം കൂടെ വരികയാണ്, ഒരു മിസ്റ്ററി ആസ്പെക്റ്റ്. മദ്ബഹായെ മറയ്ക്കുന്ന വിരി പോലെ രഹസ്യം നടക്കുകയാണ്. വലിയ രഹസ്യം, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ, അഗ്രാഹ്യമായ രഹസ്യം നടക്കുമ്പോൾ ആ രഹസ്യത്തെ പൊതിഞ്ഞുകൊണ്ട് ഇരുട്ടെന്ന വിരി വരികയാണ്. അത് മദ്ബഹാ വിരി പോലെ അത് പ്രവർത്തിക്കുകയാണ് ഇരുട്ട്. അന്ന് സീനായിൽ മോശയെ ദൈവസാന്നിധ്യത്തിൽ പൊതിഞ്ഞ വിരി പോലെ ഇവിടെ ഇരുട്ട് വിരിയാകുന്നു, മറയാകുന്നു. ഇതാണ് പഴയ നിയമ ധ്യാനങ്ങൾ. സാൽവേഷൻ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് വരാം. രക്ഷാകര ചരിത്രത്തിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം? ഇരുട്ടിനകത്തേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. ഇരുട്ട് മനുഷ്യൻ കടന്നു പോകുന്ന ഏറ്റവും വലിയ സങ്കടമാണ്. അതായത് നമ്മൾ നേരത്തെ പല ആവർത്തി പറഞ്ഞൊരു ആശയില്ലേ, മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളിലേക്കും കർത്താവ് പ്രവേശിക്കുന്നു. അതായത് അതിലേക്ക് പ്രവേശിക്കാതെ അതിനെ വീണ്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ചു, മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുന്നു. രോഗാവസ്ഥയിലേക്ക് കർത്താവ് വരുന്നു, തകർച്ചയിലേക്ക് വരുന്നു, മുറിവിലേക്ക് കർത്താവ് വരുന്നു,
മരണത്തിലേക്ക് വരുന്നു, പാപം കർത്താവ് ഏറ്റെടുക്കുന്നു. അതുപോലെ മനുഷ്യൻ്റെ ഇരുട്ടനുഭവങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. വിമോചനം അവിടെയും കൊണ്ടുവരികയാണ്. പഴയ സൃഷ്ടി മാറിപ്പോവുകയാണ്. നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്ന സൃഷ്ടി അതിവിടെ മാറിപ്പോവുകയും പുതിയൊരു സൃഷ്ടി രൂപപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം, റോമ സൃഷ്ടപ്രപഞ്ചം കാത്തിരിക്കുന്നു ഒരു നവസൃഷ്ടിക്കു വേണ്ടി. ദ ഹോൾ ക്രിയേഷൻ ഈസ് വെയിറ്റിംഗ്. അതാണ് ഇവിടെ നടപ്പിലായത്. റോമ 8:19, റോമാലേഖനം 8-ാം അധ്യായം 19. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ന്യൂ ക്രിയേഷൻ, ഒരു നവസൃഷ്ടി നടക്കുകയാണ്, ഒരു പുതിയ തുടക്കമാണ്. അതിൻ്റെ നല്ല തെളിവാണ് നിങ്ങളെടുത്ത് വീണ്ടും ഇന്ന് കുറച്ചധികം ബൈബിൾ വെച്ച് നമ്മൾ ശ്രമിക്കുകയാണ് മനസ്സിലാക്കാൻ. കുറേ കൂടെ ബൈബിളിൻ്റെ മുഴുവൻ കണക്ഷൻസിനെ, ഇതിൻ്റെ ആഴത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം എടുത്തേ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. മുഴുവൻ ഇരുട്ട് കഴിഞ്ഞിട്ട് 4-ാമത്തെ വാക്യം, ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. സൃഷ്ടി ആരംഭിക്കുകയാണ്, സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ്, ക്രിയേഷൻ നടക്കുകയാണ്. അന്ധകാരത്തിന് ശേഷം വെളിച്ചം, ക്രിയേഷൻ. ഇനി ഇങ്ങോട്ട് വന്നേ കാൽവരിയിലേക്ക്. കാൽവരിയിൽ അന്ധകാരം വ്യാപിക്കുന്നു. അന്ധകാരത്തിൻ്റെ ഈ വ്യാപനത്തിന് ശേഷം തിരുവുദ്ധാനം വരും. തിരുവുദ്ധാനം വെളിച്ചം അതിൻ്റെ വിജയം ആഘോഷിക്കുന്നു. എന്ത്? ന്യൂ ക്രിയേഷൻ. സൃഷ്ടികർമ്മം നടക്കുകയാണ്. എല്ലാത്തിനെയും കർത്താവ് നവീകരിക്കുകയാണ്, പുതിയതാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടായതുപോലെ കാൽവൽ ഇരുട്ടിന് ശേഷം തിരുവുദ്ധാനത്തിൻ്റെ വെളിച്ചമുണ്ടാകുന്നു, നവസൃഷ്ടി വരുന്നു, പുതിയ ക്രിയേഷൻ നടക്കുന്നു. അഗസ്തിനോസ് പുണ്യാളൻ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദ ഹോൾ ക്രിയേഷൻ ഈസ് റെസ്പോണ്ടിങ് ടു ദ ലോർഡ്. മിശിഹായോട് സൃഷ്ടപ്രപഞ്ചം പ്രതികരിച്ച രീതിയാണ് ആ ഭൂമിയിലെങ്ങും വ്യാപിച്ച അന്ധകാരം. എന്നിട്ട് പിതാവ് പറഞ്ഞു തരുന്നുണ്ട്, ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്നതുകൊണ്ട് അന്ധകാരം ഇരുട്ട് വിജയമാഘോഷിച്ചു എന്ന് അർത്ഥമില്ല. ആത്യന്തിക വിജയം പ്രകാശത്തിൻ്റെതാണെന്ന് ഓർക്കണമെന്ന്. അതായത് ഇത് ഇരുട്ടിൻ്റെ വിജയമല്ല, മറിച്ച് ഈ ഇരുട്ടിനെ മനസ്സിലാക്കേണ്ടത് മിസ്റ്ററി ഓഫ് സാൽവേഷൻ ഈസ് അൺഫോൾഡിങ്. അതായത് ഈ രക്ഷയുടെ രഹസ്യം മെല്ലെ ഇതൾ വിരിഞ്ഞു വരിക. അതാണ് ഈ അന്ധകാരത്തെ മനസ്സിലാക്കേണ്ടത്. രക്ഷയുടെ രഹസ്യം, മിസ്റ്ററി ഓഫ് സാൽവേഷൻ ഈസ് അൺഫോൾഡിങ്. ക്രിസോസ്റ്റോം പിതാവ് പറയുന്നു, ഈ ഭൂമിയിലെങ്ങും 3 മണിക്കൂർ നേരത്തേക്ക് അന്ധകാരം വ്യാപിച്ചത് അതൊരു പബ്ലിക് വിറ്റ്നസ് ആണ്, ഒരു പൊതുസാക്ഷ്യമായിട്ട് മാറുകയാണ്. എന്തിനെക്കുറിച്ച്? ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച്. ദ സീരിയസ്നെസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. നിസ്സാര ഒരു കാര്യമല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പബ്ലിക് വിറ്റ്നസ് ആണ്, പൊതുസാക്ഷ്യമാണ് ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചത്. മനുഷ്യ ഹൃദയങ്ങൾ കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ കർത്താവിലേക്ക് തിരിയുന്നു, കർത്താവിനെ ഏറ്റുപറയുന്നു. അതാണ് അവിടെ നടക്കുന്നതെന്ന് ക്രിസോസ്റ്റം പിതാവ് പറയുന്നു. എഫ്രൈം പിതാവ് പറയുന്നത്, സ്നേഹം ക്രൂശിക്കപ്പെടുന്നത് കണ്ടിട്ട് സൂര്യൻ മിഴി പൂട്ടി, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു. സ്നേഹം ക്രൂശിക്കപ്പെടുന്ന കാഴ്ചയിൽ സൃഷ്ടപ്രപഞ്ചം വിലപിച്ചതാണ് ഈ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചത്, ഭൂമി കുലുങ്ങിയത്, പാറ പിളർന്നത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ പഠിപ്പീരിൽ ഈ ആത്യന്തിക വിജയം തിരുവുദ്ധാനമാണ് ആത്യന്തിക വിജയമുണ്ട്. ഇരുട്ടിലേക്കൊരു പരിധിയിലപ്പുറത്ത് ശ്രദ്ധ പോകേണ്ട, ഭയപ്പാട് വേണ്ട. അത് CCC 648 നമ്മൾ വായിക്കുന്നു. CCC 1046 1047 അവിടെ വായിക്കുന്നത്, ദ ഹോൾ യൂണിവേഴ്സ് ഈസ് റിന്യൂഡ്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെട്ടു. കർത്താവിൻ്റെ കുരിശിലെ ബലിയാലെ ഒരു പുതു സൃഷ്ടി നടന്നുവെന്ന് നമ്മൾ പഠിക്കുന്നു. സ്പേ സാൽവി എന്ന തൻ്റെ എഴുത്തിൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന കാര്യം, ഈ അന്ധകാരം, ദ ഡാർക്ക്നെസ് വിച്ച് വി സീ ഹിയർ, അത് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈവൻ വെൻ എവറിത്തിങ് സീംസ് ലോസ്റ്റ്, ഗോഡ് ഈസ് വർക്കിംഗ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന നേരത്തും ആ ഇരുട്ടിനുള്ളിലും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഓർത്ത് നോക്കിയേ, ഇരുട്ട് പൊതിഞ്ഞു നിൽക്കുന്നു, ആ ഇരുട്ടിൻ്റെ ഉള്ളിലും കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നത്? അവൻ രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ നമ്മളെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ല, ഇരുട്ട് പടർന്നിരിക്കുകയാണ്. അപ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് പടരുമ്പോൾ ഓർക്കണം, ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കണം. ഇനി നമുക്കൊരു 3 സ്പിരിച്വൽ മെസ്സേജസ്, ഈ പറഞ്ഞ ഇരുട്ട് നമ്മൾ ധ്യാനിച്ചു, ഏറെ മനസ്സിലാക്കി. പക്ഷെ അതിനോട് ചേർന്ന് ഇങ്ങനെയും കൂടെ അതിനെ മനസ്സിലാക്കി ഒരു 3 കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെയൊക്കെ ചെയ്തതുപോലെ, ഇന്നത്തെ ബ്ലസ് 364 ചെയ്തതുപോലെ ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്ത് കുറിച്ചിടാൻ പറ്റുമെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നല്ലതല്ലേ. ഒന്നാമത്തത്, സിൻ ഈസ് സീരിയസ്. ഭൂമിയിലെങ്ങും 3 മണിക്കൂർ നേരത്തേക്ക് നട്ടുച്ചയ്ക്ക് അന്ധകാരം പടർന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടേണ്ട വെളിപാട്, പാപം അങ്ങേയറ്റം ഗൗരവമാണ്. ഈ ഇരുട്ട് സൂചിപ്പിക്കുന്നത് പാപത്തിൻ്റെ ഭാരമാണ്, പാപത്തിൻ്റെ കനമാണ്. ഭൂമിയെ മുഴുവൻ ഇരുട്ടിലാക്കാൻ മാത്രം ഗൗരവമുണ്ട് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന്. അക്യുമുലേഷൻ ഓഫ് സിൻ ഇസ് ടേണിംഗ് ഔട്ട് ടു ബി ദ ഡാർക്ക്നെസ് വിച്ച് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. ഭൂമിയെ മുഴുവൻ ഇരുട്ടിലാക്കാൻ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് കഴിയും. സിൻ ഈസ് സീരിയസ്. പാപം ഗൗരവമാണ്, ഗുരുതരമാണ്. പാപം എന്നോർക്കുക, പാപം ഗുരുതരമാണ്. 2, ഗോഡ് ഈസ് മിസ്റ്റീരിയസ്ലി പ്രസൻറ്റ്. ദൈവം രഹസ്യാത്മകമായി സന്നിഹിതനാണെന്ന്. ഇരുട്ട് പടരുന്ന നേരത്തും, നമ്മൾ നേരത്തെ സ്പേസ് ആൽവിയിൽ മാർപ്പാപ്പ പറഞ്ഞതിന് സമാനമായ കാര്യം, ഇരുട്ട് പടരുന്ന നേരത്തും അതിൻ്റെ ഉള്ളിൽ ദൈവം സന്നിഹിതനാണെന്ന് തിരിച്ചറിയണം. സീനായിൽ ജനമൊന്നും കണ്ടില്ല, കനമുള്ള മേഘം വന്ന് പൊതിഞ്ഞു, അതിൻ്റെ ഉള്ളിൽ മോശയ്ക്ക് ദൈവാനുഭവം കിട്ടുന്നു. ഇരുട്ട് പടരുമ്പോഴും ഓർക്കണം, അതിൻ്റെ ഉള്ളിൽ ദൈവം മിസ്റ്റീരിയസ്ലി, ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറത്തുള്ള രീതിയിൽ, രഹസ്യാത്മകതയിൽ ദൈവം സന്നിഹിതനാണെന്ന് ഓർക്കണം. 3ാമത്തെ കാര്യം, ഇരുട്ട് പടരുമ്പോൾ ഓർക്കേണ്ടത്, ലൈറ്റ് ഈസ് കമ്മിങ്. പ്രകാശം ആഗതമാകുന്നു. പ്രകാശം ആഗതമാകുന്നു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ എന്നാണ്. ഇരുട്ടിന് അവസാനമുണ്ട്. ഇരുട്ടിന് അവസാനമുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്യം പറയട്ടെ, ഡാർക്ക്നെസ് മേ ബി ലോങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ എവർ. നിങ്ങളുടെ ജീവിതത്തിലും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിലും, കർത്താവേ, അന്ന് 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ആയിരുന്നല്ലോ അന്ധകാരം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്താ ഈ അന്ധകാരത്തിന് അവസാനമില്ലാത്തത്? ഓർത്തിരിക്കേണ്ട കാര്യം, ഡാർക്ക്നെസ് മേ ബി ലോങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ എവർ. നിന്റെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ കാലം ഒരല്പം നീണ്ടുപോകുന്നുണ്ടായിരിക്കും, പക്ഷെ തിരിച്ചറിയണം, അത് എന്നേക്കുമുള്ളതല്ല. ഇരുട്ട് അവസാനിക്കും, പ്രകാശം ആഗതമാകുന്നു. 3 കാര്യങ്ങൾ. 1, സിൻ ഈസ് സീരിയസ്. 2, ഗോഡ് ഈസ് മിസ്റ്റീരിയസ്ലി പ്രസൻറ്റ്. 3ാമത്തത്, ലൈറ്റ് ഈസ് കമ്മിങ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഇരുട്ടനുഭവങ്ങളുണ്ട്. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, തെറ്റിദ്ധാരണ, ഒറ്റപ്പെടൽ, കലഹം, ഭിന്നിപ്പ്, നിരാശ, തോൽവി, ഇതൊക്കെ ഇരുട്ടനുഭവങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം ഇരുട്ടനുഭവങ്ങളിൽ ഓർക്കണം, ദൈവം ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഗോഡ് ഹാസ് നോട്ട് ലെഫ്റ്റ് യു. ദൈവം നിന്നെ വിട്ടുപോയിട്ടില്ല. മറിച്ച് ഡൂയിങ് ഹിസ് ഡീപ്പസ്റ്റ് വർക്ക്. നിന്റെ ജീവിതത്തിൽ നിനക്ക് മനസ്സിലാക്കാവുന്ന പ്രതലത്തിനും കീഴെ ആഴത്തിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വിട്ടിറങ്ങിപ്പോയെന്ന് വിചാരിക്കരുത്. ഇരുട്ടിൻ്റെ നേരത്ത്, ഇരുട്ട് അനുഭവിക്കുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേട്ട എല്ലാ കാര്യങ്ങളും ഈ പ്രബോധനം, അറിവ് ആണെങ്കിൽ ഇന്ന് ഏറ്റവും ഗൗരവത്തോടെ പ്രാക്ടിക്കലായിട്ട് കേട്ട് മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതും ആയിട്ടുള്ളൊരു സെൻറ്റൻസ് പറയട്ടെ. ഡു നോട്ട് മേക്ക് പെർമനൻറ്റ് ഡിസിഷൻസ് ഇൻ എ ടെമ്പററി ഡാർക്ക്നെസ്. ശ്രദ്ധിച്ചേ, ഡു നോട്ട് മേക്ക് പെർമനൻറ്റ് ഡിസിഷൻസ് ഇൻ എ ടെമ്പററി ഡാർക്ക്നെസ്. ടെമ്പററി ആയിട്ടുള്ള ഇരുട്ടിൻ്റെ നേരത്ത് എന്നേക്കുമുള്ള തീരുമാനമെടുക്കരുത്. ടെമ്പററിയാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഒരു ഇരുട്ടുണ്ട് ജീവിതത്തിൽ, അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ആ കുറച്ച് നേരത്തേക്ക്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു കലഹം, ഒരു പിണക്കം, അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ആ ഇരുട്ടിൻ്റെ നേരത്ത് പെർമനൻ്റ് ഡിസിഷൻസ് എടുക്കരുത്. എടുത്താൽ ഇരുട്ട് മാറിക്കഴിയുമ്പോൾ ആ തീരുമാനത്തിൻ്റെ മുറിവ് നമ്മളെ വീണ്ടും സങ്കടപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് ടെമ്പററിയാണ്. നിശ്ചിത കാലത്തേക്കേ ഉള്ളൂ ആ ഇരുട്ട്. എന്നാൽ ഇരുട്ട് മാറി ജീവിതം ഇനിയും പ്രകാശമുള്ള അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് ഡോണ്ട് ടേക്ക് പെർമനൻറ്റ് ഡിസിഷൻസ് ഇൻ ടെമ്പററി ഡാർക്ക്നെസ്. പെട്ടെന്നൊരു ദേഷ്യം വരുന്നു. ദേഷ്യമൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും, പക്ഷെ ദേഷ്യം വരുമ്പോൾ തീരുമാനം എടുത്തേക്കരുത്. കാരണം ഈ ദേഷ്യം ഉണ്ടല്ലോ, ഒരു നിശ്ചിത നേരത്തേക്കുള്ള ഇരുട്ട് കയറിയതാണ് പെട്ടെന്ന്. ആ ഇരുട്ടിന്
എന്നേക്കും ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തേക്കരുത്. പിന്നീട് നമ്മൾ തന്നെ നീറും, ദൈവമേ ഏത് നേരത്താണോ അത് പറഞ്ഞു പോയത്. ഡോണ്ട് ടേക്ക് പെർമനൻറ്റ് ഡിസിഷൻസ് ഇൻ ടെമ്പററി ഡാർക്ക്നെസ്. അതുകൊണ്ട് അത്തരം ഇരുട്ടനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുക. കർത്താവിൻ്റെ കുരിശിൽ നമ്മൾ കാൽവരിയുടെ ചുവട്ടില്ല, ഇരുട്ട് പടർന്നു. നമുക്കറിയാം ഈ കുരിശുമരത്തിൻ്റെ മുകളിൽ കർത്താവ് തറച്ചു കിടപ്പുണ്ട്. അപ്പോൾ ആ കുരിശ് നാട്ടിരിക്കുന്നിടത്തോട്ട് അള്ളിപ്പിടിച്ചങ്ങ് നിൽക്കണം. ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ, ചുറ്റും നിൽക്കുന്നവരെ കാണാൻ വയ്യ, മുകളിൽ കർത്താവിനെയും കാണാൻ വയ്യ, ഇരുട്ട് പടർന്നിരിക്കുക. പക്ഷേ ഒന്നറിയാം, ഈ കുരിശുമരത്തിൽ ഈ സ്ലീവായിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഈ സ്ലീവായിൽ അവനുണ്ട്, ഈ കുരിശിൽ അവനുണ്ട് എന്ന് വിശ്വസിച്ച് ആ കുരിശിനെ പുണർന്ന് നമുക്ക് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, ഇരുട്ട് പടരുന്ന നേരത്ത് നിരാശപ്പെട്ടു പോകാതെ നിൻ്റെ സ്ലീവായിൽ ചുറ്റിപ്പിടിച്ച് ഞങ്ങൾ നിൽക്കട്ടെ. ഈ ഇരുട്ടിൻ്റെ കാലത്തെ നിൻ്റെ കുരിശിൻ്റെ ശക്തിയാലെ ഞങ്ങൾ അതിജീവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.